പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. ദുഃഖാപ്തിയിൽ മുങ്ങിപ്പൊങ്ങുന്ന പൗരനാരിമാർ ഭർത്താക്കന്മാരോട് വീണ്ടും ശ്രീരാമചന്ദ്രൻ നിങ്ങൾക്കെല്ലാവർക്കും, സീതാദേവി ഞങ്ങൾക്കെല്ലാവർക്കും ദണ്ഡകാരണ്യത്തിലും യോഗക്ഷേമം അരുളും. മനസ്സുഖം തീരെ നശിച്ചു കഴിഞ്ഞു. ഈ ജീവിതത്തിൽ എന്താണൊരു സുഖമുള്ളത്? അധർമ്മിഷ്ഠയായ കൈകേയിയാൽ ഒരൊറ്റ സ്ത്രീ നിമിത്തം ഈ അയോധ്യ അനാഥമായി. ജീവനും തനയനും പതിയും നമുക്ക് പാഴായി തീർന്നു. വംശത്തെ തന്നെ നശിപ്പിച്ച കൈകേയി ആരെയെങ്കിലും വെറുതെ വിടുമോ? കൈകേയിയുടെ ദുർഭരണത്തിൻ കീഴിൽ ദാസജീവിതം നയിച്ച് ഞങ്ങൾ ചാകാതിരിക്കേയില്ല. ഞങ്ങളുടെ മക്കളാണ് ഇത് സത്യം. മഹാരാജകുമാരനെ നിർദ്ദയം അരണ്യത്തിലേക്കകറ്റിയ അധർമ്മിഷ്ഠയും ദുർവൃത്തയുമായ കൈകേയിയെ ആശ്രയിച്ച് ഏതൊരാൾക്ക് സുഖജീവിതം നയിക്കുവാൻ സാധിക്കും? ആ ദുഷ്ടബുദ്ധി കാരണം ആപത്തുണ്ടാകും. എല്ലാം അനാഥമായി നശിക്കും. ഓമന മകൻ വേർപിരിഞ്ഞതുകൊണ്ട് പൊന്നു മഹാരാജാവ് ജീവിച്ചിരിക്കുകയില്ല. വലിയ തമ്പുരാൻ തീപ്പെട്ടാൽ എല്ലാം അവസാനിച്ചു. നിർഭാഗ്യവാന്മാരും ഗതിയില്ലാത്തവരുമായ നിങ്ങൾ ഒന്നുകിൽ ശ്രീരാമകുമാരനെ കൊണ്ടുവരിൻ, അല്ലെങ്കിൽ വിഷം കലക്കി കുടിക്കുവിൻ. അതുമല്ലെങ്കിൽ കൈകേയിയുടെ കൽപ്പന കേൾക്കാതിരിക്കാത്ത ദൂരത്തേക്ക് പോകുവിൻ. സീതാലക്ഷ്മണ സംയുതനായ ശ്രീ രഘുനന്ദനനെ വൻ ചതിക്കൊണ്ടുകയറ്റി അറവുകാരൻ്റെ കയ്യിൽപ്പെട്ട പശുക്കളെ പോലെയാകും ഭരതൻ്റെ കീഴിൽപ്പെട്ട നമ്മൾ. പൂർണ്ണചന്ദ്രവദനൻ, ശ്യാമസുന്ദരൻ, ഇന്ദ്രിയങ്ങളെ ഒതുക്കിയവൻ, അരുവിനാശകൻ, ആജാനുബാഹു, താമരപ്പൂവിതിൽ നേത്രൻ, ശ്രീലക്ഷ്മണാഗ്രജൻ, ഏതൊന്നിലും അഗ്രഗണ്യൻ, സത്യം മാത്രം പറയുന്നവൻ, അമേയബല പരാക്രമി, ശാന്തൻ, ഏവർക്കും പൂത്തിങ്കൾ പോലെ സന്തോഷമേകുന്നവൻ ശ്രീരാമചന്ദ്രകുമാരൻ ഇപ്പോൾ അരണ്യപ്രാന്തങ്ങളെ സ്വപഥ സഞ്ചാരം കൊണ്ട് പവിത്രമാക്കി പ്രശോഭിപ്പിക്കുന്നുണ്ടാകും. അന്തകൻ മുന്നിലെത്തിയ പോലെ ഭയപ്പെട്ടുകൊണ്ട് പൗരസ്ത്രീകൾ മുറയിട്ടു. കുലവധൂജനങ്ങളുടെ വിലാപം കേട്ട ഭാസ്കരദേവൻ പശ്ചിമസാഗരത്തിൽ പോയി ഒളിച്ചു. സന്ധ്യാദീപമോ അടുപ്പിൽ ചെന്തിയോ പ്രകാശിച്ചില്ല. നാമങ്ങളോ സത്കഥകളോ ഉയർന്നില്ല. ആ നഗരിയാകെ ഇരുട്ട് വീശിപ്പൂശി. കമ്പോളങ്ങളും വിൽപ്പനകളും ഇല്ലാത്ത അയോധ്യാപുരി നക്ഷത്രങ്ങളില്ലാത്ത ആകാശം പോലെ ശൂന്യമായി. ഒരു പുത്രനോ സഹോദരനോ അകന്ന പോലെയായി അന്നാട്ടിലെ നാരീരത്നങ്ങൾക്ക് സ്വന്തം തനയന്മാരേക്കാൾ സഹജന്മാരേക്കാൾ മീതെയായിട്ടാണ് അവർ ശ്രീരാമചന്ദ്രനെ കരുതുന്നത്. ഉത്സവമോ പാട്ടോ ആട്ടമോ കച്ചവടമോ ഇല്ലാതെ വെള്ളം വറ്റിയ വാരിധി പോലെ അയോധ്യാപുരി ആകെ നിശ്ചലമായി. പുരുഷസിംഹമായ ശ്രീരാമചന്ദ്രൻ അച്ഛൻ്റെ നിർദ്ദേശം ഓർമ്മിച്ചുകൊണ്ട് അല്പം മാത്രം ബാക്കിയായിരുന്ന ആ രാത്രിയിൽ അതിദൂരത്തിലേക്കെത്തി. വായുവേഗത്തിലോടുന്ന കുതിരകളോടുകൂടിയ തേരിൽ കയറി പ്രഭാതമായപ്പോഴേക്കും ഗ്രാമങ്ങൾ, വയലുകൾ, പൂന്തോപ്പുകൾ എന്നിവ കണ്ടുകൊണ്ട് രാജ്യാതിർത്തിയിൽ എത്തി. സന്ധ്യാവന്ദനാദികൾ കഴിച്ചു. ഗ്രാമങ്ങളിൽ അങ്ങിങ്ങായി അധിവസിക്കുന്നവർ അന്യോന്യം കഷ്ടം നമ്മുടെ കൺകണ്ട ദൈവമായ മഹാരാജാവ് കാമകോമരമായി തീർന്നുവല്ലോ. ദുഷ്കർമ്മങ്ങൾ എന്തും ചെയ്യുവാൻ കരളുറപ്പുള്ളവളാണല്ലോ കൈകേയി. ആ ദുർബുദ്ധി മര്യാദ ലേശമില്ലാത്ത കടുംകൈയാണ് ചെയ്തത്. ഇത്രയും ധർമ്മനിഷ്ഠനും ബുദ്ധിമാനും കാരുണ്യകനും ഇന്ദ്രിയ നിയന്ത്രണം ചെയ്തവനുമായ രാജകുമാരനെ കൊടുംകാട്ടിലേക്ക് പറഞ്ഞയക്കുന്നുവല്ലോ. ജനക മഹാരാജപുത്രി സർവ്വ സൗഭാഗ്യവും അനുഭവിച്ചിരുന്ന സീതാദേവി എങ്ങനെ വനവാസ ദുഃഖങ്ങൾ അനുഭവിക്കും? പ്രജകൾക്കെല്ലാം പ്രാണതുല്യനും ദോഷങ്ങൾ യാതൊന്നും ഇല്ലാത്തവനും സീമന്തപുത്രനുമായ രഘുനന്ദനനെ മന്നോർമന്നവൻ സ്നേഹശൂന്യനായി ഉപേക്ഷിക്കുന്നുവല്ലോ. ഇങ്ങനെ പലതും പറയുന്നത് കേട്ടുകൊണ്ടാണ് രാജനന്ദനന്മാർ കോസലത്തിൻ്റെ അതിർത്തിയിൽ എത്തിയത്. നിർമ്മലവും ശീതജലപൂർണവുമായ വേദശ്രുതി എന്ന നദി കടന്ന കുമാരന്മാർ ദേവിയുമൊന്നിച്ച് ഭഗവാൻ അഗസ്ത്യൻ വാണരുളുന്ന ദിക്കിന് അഭിമുഖമായി യാത്ര തുടർന്നു. പുണ്യതീർത്ഥം നിറഞ്ഞതും സാഗരാഭിമുഖമായി പ്രവഹിക്കുന്നതുമായ ഗോമതി എന്ന പുഴയെ തരണം ചെയ്തു. കുതിരകൾ വായുവേഗത്തിൽ തന്നെ പായുകയാണ്. കോകികളും ഹംസങ്ങളും കളകൂചനത്തോടെ വിഹരിക്കുന്ന സരയൂ നദി കടന്ന ശ്രീരാമകുമാരൻ സമ്പുഷ്ട ധനധാന്യമായ ആ രാജ്യത്തെ മനു മഹാരാജാവ് ഇക്ഷ്വാകു മഹാചക്രവർത്തിക്ക് നൽകിയ പ്രദേശത്തെ സീതാദേവിക്ക് കാണിച്ചു കൊടുത്തു. മതിച്ച ഹംസത്തിൻ്റെ മധുര സ്വരത്തോടു കൂടിയ രഘുനന്ദനൻ സൂധ എന്നിങ്ങനെ ആവർത്തിച്ചു വിളിക്കേണ്ടി വന്നു. സൂധ. കുസുമാവലി നിര ചൂടിയ സരയൂ തീരവനങ്ങളിൽ മാതാപിതാക്കന്മാരൊന്നിച്ച് വേട്ടയാടുവാൻ എന്നാണിനി സാധിക്കുക? വില്ലാളി വീരന്മാർ കൊതിക്കുന്ന നായാട്ട് രാജഋഷിമാർക്ക് വെറുമൊരു നേരമ്പോക്കും മാത്രം. മൃഗയിൽ അത്യാഗ്രഹം എനിക്കില്ല. സരയൂ കാനനങ്ങളിൽ അതിയായ വേട്ട ഞാൻ ഉദ്ദേശിക്കുന്നതേയില്ല.
രാജഋഷി വര്യന്മാർ കൂടി സമ്മതിക്കും എന്നുള്ളതും ഏറ്റവും രസകരവുമായ ഒന്നു മാത്രമാണ് മൃഗയാവിനോദം. ഇക്ഷ്വാകുനന്ദനൻ മധുരോദ്ധാരമായ ഇത്തരം വാക്കുകൾ ഉരിയാടിക്കൊണ്ട് മാർഗഖേദം അറിയിക്കാതെ ആ ആരണ്യം പിന്നിട്ടു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.